2017 LDC തിരുവനന്തപുരം മലപ്പുറം 2 ക്വസ്റ്റ്യൻ ആണ് പ്രവൃത്തി സമയം എന്നുള്ള ഭാഗത്ത് നിന്ന് വന്നത്. അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് തന്നെ ചെയ്ത് നോക്കാം. ഒരാൾ ഒരു ദിവസം കൊണ്ട് 2 മീറ്റർ സൈസിൽ ഒരു കുഴി നിർമ്മിക്കും. അതായത് 2 മീറ്റർ നീളം, 2 മീറ്റർ ഉയരം, 2 മീറ്റർ വീതി. അതിൽ ഒരു കുഴി നിർമ്മിക്കും. ഇതേ നിരക്കിൽ 3 പേർ ചേർന്ന് 4 നിരക്ക് സൈസിൽ ഒരു കുഴി നിർമ്മിക്കാൻ എത്ര ദിവസം വേണം എന്നുള്ളതാണ് ചോദ്യം. അതായത് പ്രവൃത്തി സമയം ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അതായത് M1 T1 W2 സമം M2 D2 W1 എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഒരാൾ ഒരു ദിവസം കൊണ്ട്, അപ്പം ഇത് ഓരോന്നും നമുക്ക് എഴുതാം. M1 എന്ന് പറഞ്ഞാൽ ആദ്യം പ്രവൃത്തി ചെയ്യുന്ന ആള്, അത് എന്താകാം. അപ്പൊ ഒരാൾ ഒരു മനുഷ്യനാണ്. അപ്പൊ ഒരാളെന്ന് പറയുന്നതുകൊണ്ട് M1 ഒന്നാണ്. D1 എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചേർത്ത സമയം. എങ്ങനെയാണ് ഒരു കുഴി ഈ ഒരു സൈസിൽ നിർമ്മിക്കാൻ ഒരാൾ ഒരു ദിവസം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഒന്നാണ് D1. ഇനി W1 നമുക്ക് ഇവിടെ ആദ്യം എഴുതാം. W1 എന്ന് പറഞ്ഞാൽ സൈസ് ആണ് നമ്മളിവിടെ എടുക്കേണ്ടത്. കുഴി എടുക്കുമല്ലേ. അപ്പൊ കുഴി എടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ അല്ലെങ്കിൽ എന്താണ് പ്രവൃത്തി ചെയ്തത്, കുഴി എടുക്കുവാണ്. ആ കുഴിയുടെ അളവ് നമുക്ക് തന്നേക്കുന്നത് ഇതാണ്. അപ്പൊ 2 ഗുണം 2 ഗുണം 2 8 നമുക്ക് W1 ആയിട്ട് ഇവിടെ എടുക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് M2 എന്ന് പറയുന്നത് രണ്ടാമത്തെ കേസിൽ ഇതേ നിരക്കിൽ 3 പേർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ M2 3 ആണ്. ഇനി D2 നമുക്ക് D2 എത്ര ദിവസം വേണമെന്നല്ല ചോദ്യം. അപ്പൊ D2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി W2 പ്രവൃത്തി എന്ന് പറയുന്നത് എത്രയാണ് വന്നിരിക്കുന്നത്? 4 ഗുണം 4 ഗുണം 4 ആണ്. അപ്പം 4ന്റെ ക്യൂബ് 4 ഗുണം 4 ഗുണം 4 16 4 64 ആണ് W2 ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഇനി നമ്മുടെ ഈ ഇക്വേഷൻ അനുസരിച്ച് D2 ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അതായത് D2 is equal to എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഭാഗം M1 D1 W2 ഭാഗം M2 W1. ഇങ്ങനെയാണ് നമ്മൾ D2 കണ്ടുപിടിക്കുന്നത്. D2 കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഭാഗം ഡിവിഷൻ, ഇതിന്റെ ബാക്കിയുള്ളത് താഴെയിട്ട് ഡിവിഷൻ ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിന്റെ വാല്യൂസ് ഇട്ട് കൊടുക്കാം. M1 എന്ന് പറഞ്ഞാൽ 1, D1 എന്ന് പറഞ്ഞാൽ 1, W2 ആണ് നമുക്ക് ഇടേണ്ടത്. അത് ഇട്ടരുത്. 64 ഭാഗം M2 എന്ന് പറയുന്നത് 3 ഗുണം W1 എന്ന് പറയുന്നത് 8. ഇത്രയും കിട്ടി. ഇനി ഇതിനകത്തിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? 8 8 64 ആണല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് 8 64 വെട്ടാം. ഒരു 8 ആണ് 64. അപ്പം മേളിൽ 8 മാത്രം വന്നു, താഴെ ഒരു 3 മാത്രം വന്നു. അപ്പൊ 8/3 ആണ്. 8/3 ദിവസമാണ് എന്ത് വേണ്ടത്? ഈ രണ്ടാമത്തെ പ്രവൃത്തിക്ക് വേണ്ട സമയം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഉത്തരം ഓപ്ഷൻ D 8/3.